അന്ന് അകത്ത് അനുരാഗത്തേൻമുറ്റി യൗവനയുക്തയായ ആ പൂവ് അർത്ഥദീർഘമായ ഒരു യൗവനം ആസ്വദിച്ചിരിക്കണം വീണുപോകുന്നതിന് മുമ്പ് എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അടുത്ത 10 ശ്ലോകങ്ങളിൽ ആ യൗവനകാലം എങ്ങനെ ആർന്നിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് പല ശലഭങ്ങളും ഒപ്പമാണ് നമ്മുടെ അഴക്, അതുകൊണ്ട് ഞങ്ങളെ ഈ പൂ ഭർത്താവായി വരിക്കാം എന്ന് വിചാരിച്ച് സൗന്ദര്യമുറ്റ പല ശലഭങ്ങളും ഈ പൂവിനെ അടുത്ത് വന്നിരിക്കാം. നമ്മൾ തുല്യ സൗന്ദര്യമുള്ളവരാണല്ലോ, അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പല ശലഭങ്ങളും വിചാരിച്ചു. അങ്ങനെ വന്ന ശലഭങ്ങളിൽ ഒന്നാണ് ഈ ചുറ്റിപ്പറക്കുന്ന ഈ കറുത്ത വണ്ട്. ഇപ്പോൾ വീണുകിടക്കുന്ന പൂവിനെ ചുറ്റിപ്പറ്റി പറക്കുന്ന ഒരു വണ്ടിനെ കണ്ടിട്ട് കവിയുടെ ചിന്ത ഒരുതരം കാൽപ്പനികമായ ലോകത്തിലേക്ക് പോകുകയാണ്. എന്നല്ല ദൂരമതിൽ നിന്ന് അനുരാഗമോതി വന്നെന്നുമാം വിരുദനാം ഒരു ഭൃംഗരാജൻ. അങ്ങനെ പല ശലഭങ്ങൾ വന്നതിൻ്റെ കൂടെ ഒരു കറുത്ത വണ്ടും വന്നു. കില്ലില്ലയെ ഭ്രമരവര്യന നീ വരിച്ചു, തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. മറ്റു സുന്ദരങ്ങളായ ശലഭങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് പൂവാലന്മാരെ ഉപേക്ഷിച്ച് ഈ കറുത്തിരുണ്ട വണ്ടിനെ നീ ഒരുപക്ഷെ ഭർത്താവായി സ്വീകരിച്ചിരിക്കാം. വാസ്തവത്തിലും ഇതുപോലെ ഇതിനോട് അടുത്തു വരുന്ന ഒരു സങ്കല്പം കാണാൻ പറ്റും. അകലെ നിന്ന് ഒരു വണിഗ്വരൻ, ധനവാനും എന്നാൽ ഇരുണ്ടവനുമായ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, ഒരാൾ വാസ്തവത്തെ അന്വേഷിച്ച് വരുന്നതായിട്ടൊരു രംഗം അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരുണ്ട കാർവണ്ട്, കറുത്ത വണ്ട് ആണ് വന്ന് ഈ പൂവ് ഈ വണ്ടിനെയാണ് വല്ലഭനായിട്ട് സ്വീകരിച്ചത്. അല്ലെങ്കിൽ നിന്നരികിൽ വന്നിട്ടിഹ വട്ടമിട്ട് വല്ലാതെ ഇവൻ നിലവിളിക്കുകയില്ലതാനും. ഇപ്പോൾ ഇതുപോലെ നിന്നെ വട്ടമിട്ട് ഈ വണ്ട് ഇതുപോലെ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീ ഈ വണ്ടിനെ ഭർത്താവായി സ്വീകരിച്ചിരുന്നിരിക്കാം. എന്നംഗം ഏകനിഹ തീറു കൊടുത്തുപോയി ഞാൻ എന്ന് അന്യകാമുകരെയൊക്കെ മടക്കിയില്ലേ. ഇന്നോമലെ വിരവിൽ എന്നെ വെടിഞ്ഞിടല്ലേ എന്നൊക്കെയല്ലേ ബദ വണ്ടു പുലമ്പിടുന്നു. ഞാൻ ഒരാൾക്ക് എന്നെ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങളെല്ലാം വിട്ടുപോകണമെന്നെ എന്ന് പറഞ്ഞ് മറ്റു കാമുകരെയെല്ലാം നീ പറഞ്ഞയച്ചില്ലേ. അങ്ങനെ എന്നെ സ്വീകരിച്ച നീ ഇപ്പോൾ ഇതുപോലെ അപ്രതീക്ഷിതമായി എന്നെ വിട്ടുപോകുക എന്നുള്ള എത്രയോ കഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞല്ലേ ഈ കറുത്ത വണ്ട് കരയുന്നത് എന്നാണ് കവി ചിന്തിക്കുന്നത്. ആ കഷ്ടം ആ വിഭുതകാമിതമാം ഗുണത്താൽ ആകൃഷ്ടനായി അനുഭവിച്ചൊരു സഞ്ജനിയാൾ. അങ്ങനെ ദേവന്മാരാൽ ആസ്വദിക്കപ്പെടാൻ അർഹതയുള്ള ഈ കാമിതമായ പൂവിനെ, ഇത്ര ഗുണത്തോടുകൂടിയ നിന്നെ ഭാര്യയായി ലഭിച്ച് ആസ്വദിച്ച ഇയാൾ ഇപ്പോൾ ഇതുപോലെ സങ്കടപ്പെടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങനെയുള്ള ഈ ധന്യൻ
മരിച്ചു പോവുകയാണ് ഭേദം. നിന്റെ കൂടെ നിത്യശോകാർത്തനായി ഇരിപ്പത് നിഷ്ഫലം താൻ. അല്ലെങ്കിൽ ഈ വിരഹദുഃഖം അനുഭവിച്ച് എത്ര കാലം ഇയാളിങ്ങനെ ജീവിക്കും? ചത്തിയിടും ഇവൻ അല്പവികല്പമില്ല, അതിലൊട്ട് യാതൊരു സംശയവുമില്ല. ഇവനിപ്പോൾ ചത്തുപോകും. തത്താദൃശം വ്യസനകുണ്ഠിതമുണ്ട് കണ്ടാൽ. അത്രത്തോളം വലിയ ദുഃഖമുണ്ട് ഇവന് എന്ന് കണ്ടാൽ അറിയാം. അത്യുഗ്രമാം തരുവിലും വെത കല്ലിലും പോയി പ്രത്യക്ഷമാഞ്ഞ് തലതല്ലുകയല്ലീ ഖിന്നനിന്നൻ. ഈ സങ്കടം സഹിക്കവയ്യാതെ ഓരോ കല്ലിലും മരത്തിലുമൊക്കെ പോയി തലതല്ലുകയല്ലേ ചെയ്യുന്നത് ഈ വണ്ടത്താൻ എന്നാണ് കവി ഊഹിക്കുന്നത്. ഇന്നല്ലയെങ്കിലായി നീ ഹൃദയം തുറന്ന് നന്ദിച്ച വണ്ട് കുസുമാന്തരലോലനായി എന്നെ ചതിച്ചു ഷഠൻ എന്നത് കണ്ട് നീണ്ടു വന്നേറും ആധിയത് നിന്നെ ഹനിച്ചു പോവേ. ഇനി മറ്റൊരു സാധ്യം എന്താണ്? നീ വരിച്ച് സ്നേഹിച്ച ഈ വണ്ടത്താൻ നിന്നെ വഞ്ചിച്ചു, മറ്റു പൂവുകളെ അന്വേഷിച്ചു പോയി ശ്രീലമ്പടനായിട്ട്. അതുകൊണ്ട് നിനക്കുണ്ടായ വ്യാധി കൊണ്ടായിരിക്കുമോ നീ മരണമടഞ്ഞത്? എന്നെ ചതിച്ചു ഈ ഷഠൻ എന്നത് കണ്ട് നീണ്ടു വന്നേറും ആധിയത് നിന്നെ ഹനിച്ചു പോവേ. അതായിരിക്കുമോ നിന്നെ ഈ മരണത്തിലേക്ക് നയിച്ചത്? ഹാ പാർക്കിലീ നിഗമനം പരമാർത്ഥമെങ്കിൽ. ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ഈ ഊഹം ശരിയാണെങ്കിൽ, പാപം നിനക്ക് ഫലമായ അഴൽ പൂണ്ട വണ്ടേ, ഇന്ന് ദുഃഖിതനായി വന്നിരിക്കുന്ന വണ്ടേ, നീ വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. ആപത്തെഴും തൊഴിൽ ഓർക്കുക മുൻപ്. അങ്ങനെ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഓർക്കണം. പശ്ചാത്താപങ്ങൾ സാഹസനിങ്ങനെ എങ്ങും ഉണ്ടാം. വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് പശ്ചാത്താപം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മെച്ചപ്പെടണമെന്നില്ല. പോകട്ടതൊക്കെ, നമ്മുടെ യൂഹങ്ങൾ എങ്ങനെയും ആകട്ടെ. അഥവാ യുവലോകമേലും ഏകാന്തമാൻ ചരിതമാരറിയുന്നു പാരിൽ. യുവാക്കളിൽ നടക്കുന്ന നടപടികൾ നമുക്ക് ആർക്കും ഉറപ്പില്ലല്ലോ. ഇതെല്ലാം ഊഹങ്ങൾ മാത്രമല്ലേ. ഓരോരുത്തരിലും സംഭവിക്കുന്ന ഏകാന്ത കഥകൾ നമുക്കറിവില്ലല്ലോ. ഏകുന്നു വാക്പടുവിന് ആർത്തി വൃഥാപവാദം, മൂകങ്ങൾ പിന്നിവ പഴിക്കുകൽ ദോഷമല്ലേ. ഒരുപക്ഷെ നമ്മളീ പറഞ്ഞത് അപവാദമാകാം, ഇല്ലാത്ത കാര്യമാകാം, അവൾ തെറ്റിദ്ധരിച്ചതാകാം. നമ്മെപ്പോലെ സംസാരശക്തിയുള്ള നമുക്ക് പോലും തെറ്റിദ്ധാരണ കൊണ്ട് വലിയ ദുഃഖമുണ്ടാകുന്നു. അപവാദം നമ്മെപ്പറ്റി പറഞ്ഞു പരത്തിയാൽ പിന്നെ മിണ്ടാപ്രാണികളായ ഇവയെപ്പറ്റി നമ്മൾ പറയുന്നത് അസത്യമാണെങ്കിൽ അതുതന്നെ ഒരു ദോഷമല്ലേ അവരെ പറഞ്ഞു പഴിക്കുന്നതിൽ. പോകുന്നിതാ വിരവിൽ വണ്ട് ഇവിടം വെടിഞ്ഞ്. നോക്കൂ, ആ വണ്ടി ഇവിടെ നിന്ന് ഓടിപ്പോവുകയാണ് പറന്ന്. സാഗൂതം പടി പറന്ന നഭാസ്ഥലത്തിൽ ആകാശത്തിലേക്ക് പറന്നു ഉയരുകയാണ്. ശോകാന്തനായി കുസുമചേതന പോയ മാർഗത്തിൽ ഏകാന്തഗന്ധം ഇത് പിന്തുടരുന്നതല്ലേ. വീണുകിടക്കുന്ന ഈ പൂവിൻ്റെ ചേതന പോയ വഴി അന്വേഷിച്ച് അതിനെ പിൻചൊല്ലുകയായിരിക്കുമോ ഈ വണ്ടത്താൻ? ഹാ പാപം ഓമൽ മലരേപത നിന്റെ മേലും ക്ഷേപിച്ചിതേ കരുണയറ്റ കരംകൃതാന്തൻ. അല്ലയോ പൂവേ, ഈ കഷ്ടം നിനക്കൊന്ന് സംഭവിച്ചല്ലോ. കൃതാന്തനായ കാലൻ നിന്നെയും
ഈ അകാലത്തിലെ സമീപിച്ചല്ലോ. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ, വ്യാപന്നമായി കഴുകനെന്ന് കബോധമെന്നും. മറ്റുള്ളവരെ കൊല്ലുക, ഹനിക്കുക എന്ന കാര്യം ജീവിതവൃത്തിയായിട്ടുള്ള വനത്തിലെ വേടനുണ്ടോ? കൊല്ലപ്പെടുന്നത് കഴുകനാണോ അതോ വെറും ഒരു പ്രാവ് തന്നെയാകുമോ? നിഷ്കളങ്കമായൊരു പ്രാവാണോ അതോ കഠോരനായ കഴുകനാണോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ കൃതാന്തൻ മരണവുമായി അടുത്തു വരുന്നത്. തെറ്റെന്ന് ദേഹസുഷമാ പ്രസരം മറഞ്ഞ്, ചെറ്റല്ലിരുണ്ട് മുഖകാന്തിയതും കുറഞ്ഞ്, മറ്റെന്തുരപ്പു ജീവമീ എണ്ണവറ്റി പുകഞ്ഞഹഹ വാടി അണഞ്ഞുപോയി. പെട്ടെന്ന് ദേഹത്തിൻ്റെ കാന്തിയെല്ലാം നഷ്ടപ്പെട്ട് പ്രസരിപ്പും പോയി, ഇരുണ്ട് മുഖത്തിൻ്റെ കാന്തിയെല്ലാം കുറഞ്ഞ് ഇതാ കിടക്കുന്നു. ജപമീ ജപം നവദീപം എണ്ണവറ്റി പുകഞ്ഞഹഹ, എണ്ണവറ്റി പെട്ടെന്ന് കെട്ടുപോയ ഒരു ദീപം പോലെ ഇതാ നീ വീണ് കിടക്കുന്നു, ആ ജീവചൈതന്യം നഷ്ടപ്പെട്ട്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം.